Hello everyone. Today we have to discuss another important topic in group theory, that is representation of group. ഒരു ഗ്രൂപ്പിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഗ്രൂപ്പ് റെപ്രസെൻറ്റേഷന് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ആ ടെക്നിക്കാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഒരു അബ്സ്ട്രാക്റ്റ് ഗ്രൂപ്പ് എടുത്തിട്ട് അതിന് നമ്മൾ വേറൊരു ഗ്രൂപ്പ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഈ ഗ്രൂപ്പ് എന്തായിരിക്കും, ഒരു മാത്തമാറ്റിക്കൽ എൻറ്റിറ്റി വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അതായത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മാത്തമാറ്റിക്കൽ എൻറ്റിറ്റി ഏതാണ്, മെട്രിക്സ് ആണ്. സോ ഈ മെട്രിക്സ് എൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് എന്നുള്ളത് ഒറിജിനൽ ഗ്രൂപ്പുമായിട്ട് ഹോമോമോർഫിക് ആയിട്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് ഒരു അബ്സ്ട്രാക്റ്റ് ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ജി കൺസിഡർ ചെയ്യുകയാണ്. ഈ ജിത്തെ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, G1, G2, G3 എക്സെട്ര അപ് ടു GH ആണ്. അതായത് ഫൈനൈറ്റ് ഓർഡർ ഓഫ് H ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. വേറൊരു ഗ്രൂപ്പ് G' ഉണ്ട്. G' എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, D ഓഫ് G1, D ഓഫ് G2 എക്സെട്ര അപ് ടു D ഓഫ് GH. ഈ D ഓഫ് G1, D ഓഫ് G2 എന്നുള്ളതൊക്കെ എന്താണ്, മെട്രിക്സുകളാണ്, നോൺ സിംഗുലാർ മെട്രിക്സുകളാണ്. നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനത്തെ മെട്രിക്സുകളാണ് G' എലമെൻറ്റ്. നമ്മൾ ഗ്രൂപ്പ് ജിയിലുള്ള 3 എലമെൻറ്റ്സുകളായിട്ടുള്ള GI, GJ ആൻഡ് GK കൺസിഡർ ചെയ്യുക. ഈ GIയും GJയും GKയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, GI ഡോട്ട് GJ ഈസ് ഈക്വൽ ടു GK എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം, D ഓഫ് GI ഡോട്ട് D ഓഫ് GJ ഈസ് ഈക്വൽ ടു D ഓഫ് GK. ഈ D ഓഫ് GIയും D ഓഫ് GJയും D ഓഫ് GKയും ഒക്കെ എന്താണ്, മെട്രിക്സുകളാണ്. സോ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, D ഓഫ് GIയും D ഓഫ് GJയും D ഓഫ് GKയും ഒക്കെ ഒരുമിച്ചെടുത്താൽ അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആ ഗ്രൂപ്പാണ് എന്ത്, G' എന്നുള്ളത്. സോ ഈ G' ഈ ജിയുമായിട്ട് ഒന്നുകിൽ ഐസോമോർഫിക് ആയിരിക്കും അല്ലെങ്കിൽ ഹോമോമോർഫിക് ആയിരിക്കും. ഐസോമോർഫിക് എന്ന് പറഞ്ഞാൽ 1-to-1 കറസ്പോണ്ടൻസ് ആണ്. ഹോമോമോർഫിക് എന്ന് പറഞ്ഞാൽ many-to-1 കറസ്പോണ്ടൻസ് ആണ്. നമ്മളിതിൻ്റെ മുന്നേ ഡിസ്കസ് ചെയ്തു അതിനെക്കുറിച്ചിട്ട്. സോ the set of such non-singular matrix G' is called representation of group G. ഇപ്പോൾ ഗ്രൂപ്പ് ജിയുടെ റെപ്രസെൻറ്റേഷൻ എന്താണ്, ഇങ്ങനത്തെ G' മെട്രിക്സ്, നോൺ സിംഗുലാർ മെട്രിക്സുകളായിട്ടുള്ള ഇങ്ങനത്തെ G' സെറ്റിനെയാണ് എന്ത് എന്ന് പറയുന്നത്, റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ് ജി എന്ന് പറയുന്നത്. സോ നമ്മൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രൂപ്പ് എന്താ പറഞ്ഞത്, സച്ച് ഐസോമോർഫിക് ഓർ ഹോമോമോർഫിക് സെറ്റ് ഓഫ് നോൺ സിംഗുലാർ മെട്രിക്സ് G' ഈസ് കോൾഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രൂപ്പ് ജി. നമ്മൾ പറഞ്ഞു ജിയും G' ഒന്നുകിൽ ഐസോമോർഫിക് അല്ലെങ്കിൽ ഹോമോമോർഫിക്. അതായത് G' എലമെൻസുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആവാം, അതല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതാവാം. എന്തായാലും ജി എന്താണ്, ഒരു അബ്സ്ട്രാക്റ്റ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ അതിലത്തെ എലമെൻസുകളൊന്നും റിപ്പീറ്റ് ആയിട്ട് വരില്ല. ഇപ്പോൾ G' ഒന്നുകിൽ ഡിസ്റ്റിങ്ക്റ്റ് ആവാം അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാതിരിക്കാം. സോ ഇപ്പോൾ G' എലമെൻസുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ജിയും G' തമ്മിലൊരു 1-to-1 കറസ്പോണ്ടൻസ് ആണ് ഉണ്ടാവുക. അതായത് ഐസോമോർഫിക് ആയിരിക്കും ജിയും G'. സോ ഈ ഒരു റെപ്രസെൻറ്റേഷനെയാണ് ട്രൂ റെപ്രസെൻറ്റേഷൻ ഓർ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. ഇനി G' എലമെൻസുകൾ ഡിസ്റ്റിങ്ക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ many-to-1 കറസ്പോണ്ടൻസ് ആണ് ഉണ്ടാവുക. അതായത് ഹോമോമോർഫിക് ആയിരിക്കും ജിയും G'. ഈ റെപ്രസെൻറ്റേഷനെയാണ് അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. സോ 2 തരത്തിലുള്ള റെപ്രസെൻറ്റേഷനാണുള്ളത്, ഫെയ്ത്ത്ഫുൾ ഓർ ട്രൂ റെപ്രസെൻറ്റേഷൻ ആൻഡ് അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ. ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ ജിയും G' തമ്മിൽ ഐസോമോർഫിക് ആയിരിക്കും. അതായത് G' എലമെൻസുകളൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആകുമ്പോൾ ജിയും G' തമ്മിൽ ഹോമോമോർഫിക് ആണ്, many-to-1 കറസ്പോണ്ടൻസ് ആണ്. അതായത് G' എലമെൻസുകൾ ഡിസ്റ്റിങ്ക്റ്റ് അല്ല. ഇനി ഒരു സിംപ്ലസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതിനെയാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻസുകളും നമുക്ക് യൂണിറ്റി വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. അതിനെയാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷന് അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷനും കൂടിയാണ്. കാരണം ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷനിൽ നമ്മൾ പറഞ്ഞു യൂണിറ്റി വെച്ചിട്ടാണ് എല്ലാ എലമെൻസുകളെയും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് G' എല്ലാ എലമെൻസുകളും യൂണിറ്റ് ആയിരിക്കും, ഡിസ്റ്റിങ്ക്റ്റ് അല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ many-to-1 കറസ്പോണ്ടൻസ് ആണ്, ഹോമോമോർഫിസ് ആണ് വരിക. ഇവിടെ വരുന്ന ഹോമോമോർഫിസം ട്രിവിയൽ ഹോമോമോർഫിസ് ആണ് വരിക. അതുകൊണ്ട് തന്നെ
അതെന്തായിരിക്കും, ഒരു അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷനാണ്. സോ അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഒരു എക്സാമ്പിളാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷന്. അപ്പോൾ നമ്മളിപ്പോൾ 2 റെപ്രസെൻറ്റേഷന് അല്ലെങ്കിൽ 3 റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞത്. അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ, ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് വേറൊരു തരം റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതായത് സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾ മെട്രിക്സ് പഠിച്ചിട്ടുണ്ടാവും സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ. സോ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് എങ്ങനെയായിരിക്കും, T dash of G is equal to S inverse D of G S. ഇവിടെ G of G പറഞ്ഞിട്ടുള്ള നോൺ സിംഗുലാർ മെട്രിക്സിനെ നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കിട്ടുന്ന വേറൊരു മെട്രിക്സാണ് D dash of G. ഇവിടെ എസ്സും എന്തായിരിക്കും, ഒരു നോൺ സിംഗുലാർ മെട്രിക്സുകളായിരിക്കും. അപ്പോൾ ഈ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ കിട്ടുന്ന ഗ്രൂപ്പ് ഏതാണ്, ഡി ഡാഷ് ആണ്. ഡി ഡാഷിൻ്റെ എലമെൻസുകൾ ഏതൊക്കെയായിരിക്കും, എസ് ഇൻവേഴ്സ് ഡി ഓഫ് G1 S, അതൊരു എലമെൻറ്റ്. പിന്നെ എസ് ഇൻവേഴ്സ് ഡി ഓഫ് G2 S, അത് രണ്ടാമത്തെ എലമെൻറ്റ്. അങ്ങനെ ആയിരിക്കും എലമെൻസുകൾ വരിക. നേരത്തെ നമ്മളൊരു റിലേഷൻ എഴുതിയില്ല, അതുപോലെ ഇവിടെ നമുക്ക് റിലേഷൻ എഴുതാം. അതായത് ഡി ഡാഷത്തെ ഒരു എലമെൻ്റ് ഏതാണ്, എസ് ഇൻവേഴ്സ് ഡി ഓഫ് GIS, അതൊരു എലമെൻറ്റ്. പിന്നെ വേറെ എലമെൻ്റ് ഏതാണ്, എസ് ഇൻവേഴ്സ് ഡി ഓഫ് GJS. അത് രണ്ടും കൂടി ഓപ്പറേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്താണ്, എസ് ഇൻവേഴ്സ് ഡി ഓഫ് GKS. അതെങ്ങനെ വരിക നോക്കാം. എസ് ഇൻവേഴ്സ് DGIS ഇൻറ്റു എസ് ഇൻവേഴ്സ് DGJS. സോ ആ സെൻറ്ററിൽ വരുന്ന എസ് ഇൻവേഴ്സ് എന്താകും, ഐഡൻറ്റിറ്റി ആയിട്ട് പോകും. നമുക്കറിയാം എസ് ഇൻവേഴ്സ് അല്ലെങ്കിൽ എ ഇൻവേഴ്സ് എന്താണ്, ഐ ആണ്. സോ ഇവിടെ അങ്ങനെ എന്ത് വരും, ഐ എന്ന് വരും. സോ ആൻസർ എന്തെന്ന് വരും, എസ് ഇൻവേഴ്സ് DGI ഇൻറ്റു DGJS ഇസ് ഈക്വൽ ടു. അപ്പോൾ DGI ഇൻറ്റു DGJ എന്താണെന്ന് നമുക്കറിയാം, DGK ആണെന്ന് അറിയാം. സോ എന്ത് വരും, എസ് ഇൻവേഴ്സ് DGKS എന്ന് വരും. സോ നേരത്തെ അതേ റിലേഷൻ ഇവിടെയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജി ഡാഷും എന്താണ്, ഒരു ഗ്രൂപ്പാണ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ റെപ്രസെൻറ്റേഷൻ നമുക്ക് കിട്ടിയത് ഒരു ഒറിജിനൽ റെപ്രസെൻറ്റേഷനാണ്. അതായത് ഒറിജിനൽ റെപ്രസെൻറ്റേഷനെ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ റെപ്രസെൻറ്റേഷൻ കിട്ടുന്നത്. സോ ഇങ്ങനത്തെ റെപ്രസെൻറ്റേഷനെ ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ 4 റെപ്രസെൻറ്റേഷനാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്, ഫെയ്ത്ത്ഫുൾ ഓർ ട്രൂ റെപ്രസെൻറ്റേഷൻ, അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷന്, പിന്നെ ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ ആൻഡ് ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് റിഡ്യൂസിബിൾ ആൻഡ് ഇർറിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ആക്കാം. അതായത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഈ ഗ്രൂപ്പിന് 2 റെപ്രസെൻറ്റേഷനാണുള്ളത്. ഈ 2 റെപ്രസെൻറ്റേഷനും കൂടി നമ്മളൊരു പുതിയ റെപ്രസെൻറ്റേഷൻ, ഒരു സിംഗിൾ ന്യൂ റെപ്രസെൻറ്റേഷനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറെൻറ്റ് വേസ് ഉപയോഗിക്കാം. ഒരു സിംപ്ലസ്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ, ഈ 2 റെപ്രസെൻറ്റേഷനും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സിംഗിൾ റെപ്രസെൻറ്റേഷനാക്കി മാറ്റുകയാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റ് റെപ്രസെൻറ്റേഷന് G1 of G1, G1 of G2, G1 of G3 അങ്ങനെ വരും. ആൻഡ് സെക്കൻഡ് റെപ്രസെൻറ്റേഷൻ എന്താണ്, G2 of G1, G2 of G2 ആൻഡ് G2 of G3, അങ്ങനെ കുറച്ച് റെപ്രസെൻറ്റേഷനാണ്. ഇത് രണ്ടും എന്താണ്, മെട്രിക്സുകളാണ്. സോ നമ്മൾ ഈ 2 മെട്രിക്സുകളും കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സൂപ്പർ മെട്രിക്സ് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗ്രൂപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് സൂപ്പർ മെട്രിക്സ് ഉണ്ടാക്കുന്നത്, സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് എങ്ങനെ വരിക, G1 of G1 0 0, G2 of G1 അതൊന്ന്. പിന്നെ രണ്ടാമത്തേത് എന്താണ്, G1 of G2 0 0, G2 of G2, അങ്ങനത്തെ മെട്രിക്സുകൾ. ഇതാണ് സൂപ്പർ മെട്രിക്സ് എന്ന് നമ്മൾ പറഞ്ഞത്. അതായത് എന്താണ് റിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷന്, the reducible representation may be defined as the representation which may be expressed in terms of representation of lower dimensionality by means of similarity transformation. സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ലോവർ ഡയമെൻഷനാലിറ്റിയിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് റിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതെന്താണ്, ഇർറിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനാണ്. സോ റിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്താണ്,
നമ്മൾ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ലോവർ ഡയമെൻഷനാലിറ്റിയിൽ ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഒരു റെപ്രസെൻറ്റേഷനെയാണ് റിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയാത്ത റെപ്രസെൻറ്റേഷനെയാണ് ഇർറിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. സോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഗ്രൂപ്പാണ് ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു അബ്സ്ട്രാക്ട് ഗ്രൂപ്പിനെ നമ്മളൊരു മാത്തമാറ്റിക്കൽ എൻറ്റിറ്റി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വേറൊരു ഗ്രൂപ്പ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഈ ഗ്രൂപ്പ് എന്തായിരിക്കും? ഒറിജിനൽ ഗ്രൂപ്പുമായിട്ട് ഹോമോമോർഫിക് ആയിരിക്കും. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, പിന്നെ ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഈക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ എന്തായിരുന്നു? ഇങ്ങനെയുള്ള ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ 1-to-1 കറസ്പോണ്ടൻസ് അല്ലെങ്കിൽ ഐസോമോർഫിക് ആണെങ്കിൽ അങ്ങനത്തെ റെപ്രസെൻറ്റേഷനാണ് ട്രൂ ഓർ ഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷന്. ഇനി അതല്ല ഹോമോമോർഫിക് ആണെങ്കിൽ അതാണ് അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷന്. അൺഫെയ്ത്ത്ഫുൾ റെപ്രസെൻറ്റേഷൻ ഒരു എക്സാമ്പിളാണ് ഐഡൻറ്റിറ്റി റെപ്രസെൻറ്റേഷൻ. അതായത് യൂണിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ പറഞ്ഞത് ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷനാണ്. അതായത് ഒറിജിനൽ റെപ്രസെൻറ്റേഷനെ സിമിലാരിറ്റി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് ഡിഫറെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാക്കാം. അതിനെയാണ് ഇക്വലൻ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ റിഡ്യൂസിബിൾ ആൻഡ് ഇർറിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു. അതായത് ഒരു റെപ്രസെൻറ്റേഷനെ നമുക്ക് ലോവർ ഡയമെൻഷനാലിറ്റിക്ക് റിഡ്യൂസ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് റിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. അങ്ങനെ പറ്റില്ലെങ്കിൽ അതിന് ഇർറിഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ് us wind up the class. Thank you.